നമസ്കാരം. NCTV വാർത്തകളുമായി ഞാൻ സെബി ജോർജ് തെക്കൂടൻ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. വേലുപ്പാടം വിശുദ്ധ ഔസപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. അളകപ്പനഗർ കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണത്തിനായുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ നിറവിൽ രാജ്യം. വിശിഷ്ട ഭാരത് 2047 എന്ന പ്രമേയം അടിസ്ഥാനമാക്കിയായിരുന്നു ഈ വർഷത്തെ ആഘോഷം. ജില്ലയിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. തേക്കിൻകാട് മൈതാനിയിലെ വിദ്യാർത്ഥി കോർണറിൽ നടന്ന ജില്ലാതല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. പരേഡ് പരിശോധന, പരേഡ് മാർച്ച് പാസ്റ്റ് എന്നിവയ്ക്ക് ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷികത്തിലും പല വിഭാഗങ്ങളും പ്രശ്നങ്ങൾ നേരിടുന്നതായും സമത്വത്തിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു നാട് കെട്ടിപ്പടുക്കുന്നതിനായി ഒന്നിച്ചു നിൽക്കണമെന്നും മന്ത്രി പറഞ്ഞു. തുടർന്ന് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിച്ചു. പോലീസ്, എക്സൈസ്, ഫോറസ്റ്റ്, സ്റ്റുഡന്റ് പോലീസ്, NCC തുടങ്ങിയ വിവിധ വിഭാഗങ്ങൾ പരേഡിൽ അണിനിരന്നു. ഭരണസിരാകേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റു ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. 78ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി മുകുന്ദപുരം താലൂക്കിൽ KK രാമചന്ദ്രൻ MLA പതാക ഉയർത്തി. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിൽ സ്വാതന്ത്ര്യദിന പരേഡും പതാക ഉയർത്തലും നടത്തി. ആമ്പലൂർ ജംഗ്ഷനിൽ നിന്നും സ്വാതന്ത്ര്യദിന പരേഡ് ആരംഭിച്ച് കോളേജിൽ എത്തിച്ചേർന്നു. കോളേജ് അങ്കണത്തിൽ പ്രിൻസിപ്പാൾ NJ സാബു ദേശീയ പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് സെല്യൂട്ട് ചെയ്തുകൊണ്ട് NCC കേഡറ്റുകൾ കോളേജ് അങ്കണത്തിൽ പരേഡ് നടത്തി. NCC കെയർടേക്കർ ജോബി മൈക്കിൾ നേതൃത്വം നൽകി. മുപ്ലിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. സ്കൂൾ പ്രധാന അധ്യാപിക MV ഉഷ ദേശീയ പതാക ഉയർത്തി. പതാകയ്ക്ക് SPC നാഷണൽ സെല്യൂട്ട് നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, വാർഡംഗം പുഷ്പാകരൻ ഒറ്റാലി, PTA പ്രസിഡന്റ് സന്ദീപ് കുമാർ, മുൻ സ്കൂൾ പ്രിൻസിപ്പൽ K സൗദാമിനി, പ്രിൻസിപ്പൽ ഇൻചാർജ് KA കുഞ്ഞുമോൾ, സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ PV ശ്രീജിത്ത്, സ്റ്റാഫ് സെക്രട്ടറി PR റിജോ, OSA അംഗം രമ്യ കർത്ത, സീനിയർ അധ്യാപിക AK അമൃതപ്രിയ എന്നിവർ സന്നിഹിതരായി. പഠനത്തിൽ മികവ് പുലർത്തിയ കുട്ടികൾക്ക് വിവിധ എൻഡോമെന്റുകൾ വിതരണം ചെയ്തു. SPC, ഗാന്ധി ദർശൻ, സ്കൗട്ട്, ഗൈഡ്സ്, ബുൾബുൾ, JRC എന്നിവയുടെ നേതൃത്വത്തിൽ വിവിധ സ്വാതന്ത്ര്യദിന കലാപരിപാടികൾ നടത്തി. സ്വാതന്ത്ര്യദിനത്തിൽ കല്ലൂർ സെന്റ് റാഫേൽ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ ഒരുക്കിയ സ്വാതന്ത്ര്യപാതയിലെ നാഴികക്കല്ലുകൾ എന്ന കലാവിരുന്ന് ശ്രദ്ധേയമായി. ദേശത്തിൻ്റെയോ ഭാഷയുടെയോ വർഗത്തിൻ്റെയോ അതിർവരമ്പുകളില്ലാതെ ഭാരത ജനത ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന സന്ദേശമാണ് പരിപാടിയിലൂടെ നൽകിയത്. 78 കുട്ടികളാണ് പരിപാടിയിൽ അണിനിരന്നത്. അധ്യാപകരായ ജോയൽ ജോസഫ്, അനു കുര്യൻ, സാൻ ജോയി എന്നിവർ നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സ്കൂൾ മാനേജർ ഫാദർ ജോയ് കൊള്ളന്നൂർ പതാക ഉയർത്തി. പ്രധാന അധ്യാപിക ടെസ്സി ജോസ്, സ്കൂൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ മേജോ മങ്ങാട്ടിലയൻ എന്നിവർ സന്നിഹിതരായി. ഇഞ്ചക്കുണ്ട് ലൂർദുപുരം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ പ്രധാന അധ്യാപിക റിൻസി ജോൺ പതാക ഉയർത്തി. വാർഡംഗം ഗീത ജയൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് KV രാജു, MPTA പ്രസിഡന്റ് ഡോണ,
PTA വൈസ് പ്രസിഡന്റ് ഷാജി തോമസ്, SMC ചെയർമാൻ PP പീതാംബരൻ എന്നിവർ സന്നിഹിതരായി. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും സ്വാതന്ത്ര്യദിന റാലിയും മധുര വിതരണവും ഉണ്ടായിരുന്നു. ഇഞ്ചക്കുണ്ടിലെ ലൂർദ് മാത ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വിമുക്ത ഭടൻ സണ്ണി ആര്യപ്പിള്ളി പതാക ഉയർത്തുകയും സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയും ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സെബിൻ ഏടാട്ടുകാരൻ അധ്യക്ഷനായി. സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ അഞ്ജലി, സ്കൂൾ ട്രസ്റ്റി തങ്കച്ചൻ എടത്തിനാൽ, PTA പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ, വൈസ് പ്രിൻസിപ്പൽ റിൻസി ബിജു, സ്കൂൾ ലീഡർ നയന പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ അധ്യയന വർഷത്തിൽ പഠന നിലവാരം പുലർത്തിയ വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകി ആദരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. അളഗപ്പനഗർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. മണ്ഡലം പ്രസിഡന്റ് ജിമ്മി മഞ്ഞളി പതാക ഉയർത്തി. ബ്ലോക്ക് സെക്രട്ടറി MP വർഗീസ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അലക്സ് ചുക്കിരി മുഖ്യപ്രഭാഷണം നടത്തി. INTUC നേതാവ് ആന്റണി കുറ്റുകാരൻ സന്ദേശം നൽകി. രാധാകൃഷ്ണൻ, ഓസ്റ്റിൻ തെക്കുംപുറം, സിജോ പുന്നക്കര, സുന്ദരൻ വെണ്ടോർ, മനോജ് സുന്ദർ, ഹരൺ ബേബി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് ഫ്രാൻസിസ് അലിപ്പാലത്തുകാരൻ എന്നിവർ സന്നിഹിതരായി. കോൺഗ്രസ് ചാക്കോച്ചിറ വാർഡ് കമ്മിറ്റി സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സതി സുധീർ അധ്യക്ഷയായിരുന്നു. ജോസഫ് P തട്ടിൽ, NP റാഫേൽ, ജോയ് CD, ജോജു TG, ജോസ് VA എന്നിവർ നേതൃത്വം നൽകി. പാലിയേക്കര INTUC യൂണിയൻ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. യൂണിയൻ പ്രസിഡന്റ് ആന്റണി കുറ്റുകാരൻ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി സോമൻ മൂത്രത്തിക്കര അധ്യക്ഷത വഹിച്ചു. KV പുഷ്പാകരൻ, ജോസ് തൃശൂക്കാരൻ, പഞ്ചായത്ത് അംഗം ട്രീസ ബാബു, ഔസു, സുരേഷ് കുണ്ടേപ്പറമ്പിൽ, ജെയ്സൺ, KK ഷാജു എന്നിവർ പ്രസംഗിച്ചു. തലോർ ബൈപ്പാസ് INTUC യൂണിയൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി KV പുഷ്പാകരൻ പതാക ഉയർത്തി. യൂണിയൻ പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര ഉദ്ഘാടനം ചെയ്തു. ആന്റണി കുറ്റൂക്കാരൻ, ജോസ് തൃശൂക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. തലോർ INTUC യൂണിയൻ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജനറൽ സെക്രട്ടറി KV പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. ആന്റണി കുറ്റുകാരൻ, ജോസ് തൃശൂക്കാരൻ, ബാലകൃഷ്ണൻ തലോർ, സന്തോഷ് ഐത്താടൻ, KM ബാബു, അശോകൻ ഐത്താടൻ എന്നിവർ പ്രസംഗിച്ചു. മൂത്രത്തിക്കര INTUC സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. യൂണിയൻ പ്രസിഡന്റ് സോമൻ മൂത്രത്തിക്കര പതാക ഉയർത്തി. യൂണിയൻ ജനറൽ സെക്രട്ടറി NM പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. KL ഡേവിസ്, KK തിലകൻ, KM ദിവാകരൻ, ദാസൻ മൂത്രത്തിക്കര, KV ഉണ്ണികൃഷ്ണൻ, KV ബാബു എന്നിവർ പ്രസംഗിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പുതുക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. വ്യാപാര ഭവന് സമീപം പതാക ഉയർത്തി പ്രസിഡന്റ് NR ജോഷി നേതൃത്വം നൽകി. കല്ലൂർ സൗഹൃദ യുവസംഗമത്തിന്റെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. കുട്ടപ്പൻ ദേശീയ പതാക ഉയർത്തി. സൗഹൃദ യുവസംഗമം പ്രസിഡന്റ് പ്രിബിനൻ ചുണ്ടലപ്പറമ്പിന്റെ നേതൃത്വത്തിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. സൗഹൃദ യുവസംഗമം രക്ഷാധികാരി സതീശൻ ഊരാളത്ത് മുഖ്യപ്രഭാഷണം നടത്തി. മിമിക്രി കലാകാരൻ ചാർലി കല്ലൂർ മുഖ്യാതിഥിയായിരുന്നു. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന കുടുംബത്തിന് പലവ്യഞ്ജന കിറ്റും ഓണപ്പുടവയും കൈമാറി. ചടങ്ങിൽ സൗഹൃദ യുവസംഗമം പ്രവർത്തകരായ പ്രജേഷ് കരിമത്തിൽ, റിൻഡോ ഐനിക്കൽ, സന്തോഷ്, പോളി അവിടത്തുകാരൻ എന്നിവർ സന്നിഹിതരായിരുന്നു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മുകുന്ദപുരം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പുതുക്കാട് സെന്ററിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് രക്ഷാധികാരി വിജയൻ ഞാറ്റുവീട്ടിൽ ദേശീയ പതാക ഉയർത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി ജോയ് മഞ്ഞളി, താലൂക്ക് പ്രസിഡന്റ് നാരായണൻകുട്ടി, സെക്രട്ടറി രാജീവൻ കരോട്ട്, ട്രഷറർ ആൻഡോ മടാനി, പ്രശാന്ത് എന്നിവർ സന്നിഹിതരായിരുന്നു. പാലപ്പള്ളി VK രാജൻ ലേബർ ക്ലബ് ആൻഡ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി പാലപ്പള്ളി ലൈബ്രറിയുടെ പരിസരത്ത് ദേശീയ പതാക ഉയർത്തി. പഞ്ചായത്ത് അംഗം MP ജലാൽ ദേശീയ പതാക ഉയർത്തി. ലൈബ്രറി പ്രസിഡന്റ് MA ജോയ് അധ്യക്ഷത വഹിച്ചു. ലൈബ്രറി സെക്രട്ടറി KK രവി, ലൈബ്രറിയൻ PM ഹുസൈൻ എന്നിവർ സന്നിഹിതരായി. കുട്ടികൾക്കായി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സരം നടത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് നെല്ലായി സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റ് ദേശീയ പതാക ഉയർത്തി. മുതിർന്ന സ്വാന്തനം ചാരിറ്റബിൾ ട്രസ്റ്റ് അംഗം NS കൃഷ്ണൻ പതാക ഉയർത്തി. സ്വാന്തനം ചാരിറ്റബിൾ പ്രസിഡന്റ് NV പ്രസാദ് അധ്യക്ഷത വഹിച്ചു.
വൈസ് പ്രസിഡന്റ് NV ഇന്ദിര, ട്രഷറർ ഹരി മേനോൻ എന്നിവർ സന്നിഹിതരായി. തുടർന്ന് മധുര വിതരണവും നടത്തി. ചെങ്ങാലൂർ NSS കരയോഗത്തിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ പ്രസിഡന്റ് VV രാജേഷ് ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി വിജയ്കുമാർ, വൈസ് പ്രസിഡന്റ് വിജയൻ കാട്ടാടത്ത്, ട്രഷറർ ചന്ദ്രമതി സുരേഷ്, രാജൻ പുത്തൻവീട്ടിൽ, ഗോപി, മധുകുമാരി, ശോഭന കുമാരി, സുധ എന്നിവർ സന്നിഹിതരായി. സ്വാതന്ത്ര്യദിനത്തിൽ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് KM ബാബുരാജ് ദേശീയ പതാക ഉയർത്തി. വൈസ് പ്രസിഡന്റ് ഷൈനി ജോജു അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷാജു കാളിയങ്കര, സെബി കൊടിയൻ, രതി ബാബു, CP സജീവൻ, ആൻസി ജോബി, സുമ ഷാജു, അനൂപ് മാത്യു, പ്രീതി ബാലകൃഷ്ണൻ, ഹിമാദാസൻ, ഫിലോമിന ഫ്രാൻസിസ്, രശ്മി ശ്രീശോഭ്, സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 116 നമ്പർ സൗഹൃദ അംഗൻവാടിയിലെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ വാർഡംഗം വിജിത ശിവദാസൻ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിന റാലിയോടെ ആരംഭിച്ച ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ അഷ്റഫ് ചാലിയത്തൊടി, മുൻ അംഗങ്ങളായ ലില്ലി ബേബി, ബെന്നി ചാക്കപ്പൻ, CDS അംഗം അനു മനോജ്, ALMC കമ്മിറ്റി അംഗങ്ങൾ, അംഗൻവാടി വർക്കർ VV വനജ, അംഗനവാടി ഹെൽപ്പർ വിജയ എന്നിവർ പ്രസംഗിച്ചു. ഇന്റർനാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞ എടുത്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് പഞ്ഞിക്കാരൻ മെമ്മോറിയൽ അവാർഡ് വിതരണവും മികച്ച അംഗൻവാടി ടീച്ചർക്കുള്ള സ്റ്റേറ്റ് അവാർഡ് നേടിയ വനജയ്ക്ക് പൊന്നാടയും മെമന്റോയും നൽകി ആദരിച്ചു. സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് പുതുക്കാട് ചാക്കോച്ചിറ ചിത്തിര അങ്കണവാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര ദേശീയ പതാക ഉയർത്തി. അങ്കണവാടി വർക്കർ KK അംബിക, ഹെൽപ്പർ UA ഷൈനി, ആശാ വർക്കർ ജോഷി ജോയ്, KM അരവിന്ദാഷൻ, KV രവി എന്നിവർ നേതൃത്വം നൽകി. 100 ദേശീയ പതാകകളുടെ അകമ്പടിയിൽ വെണ്ടോർ കത്തോലിക്ക കോൺഗ്രസ് സ്വാതന്ത്ര്യദിനാഘോഷവും വിമുക്ത ഭടന്മാരെ ആദരിക്കലും അനുമോദന യോഗവും സംഘടിപ്പിച്ചു. കത്തോലിക്ക കോൺഗ്രസ് ഡയറക്ടർ ഫാദർ ജോസ് പുന്നോലിപ്പറമ്പിൽ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് വിമുക്ത ഭടന്മാർക്ക് മെമന്റോ നൽകി ആദരിച്ചു. അനുമോദന യോഗത്തിന്റെ ഉദ്ഘാടനം ഫാദർ ബെൻവിൻ തട്ടിൽ നിർവഹിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് AF ജോസ് അധ്യക്ഷത വഹിച്ചു. കൈക്കാരൻ ഗബ്രിയൽ ഐനിക്കൽ, COI ആന്റണി മഞ്ഞളി, CV ലോനപ്പൻ, ടോണി കല്ലൂക്കാരൻ, ജോജു മഞ്ഞളി, ആൽവിൻ ആന്റണി, ആൽഫ്രഡ് G കൊടിയൻ, ജിത്തു പാറക്കൽ എന്നിവർ പ്രസംഗിച്ചു. പുതുക്കാട് വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബ്ബ് സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. പുതുക്കാട് സർക്കാർ ആശുപത്രിക്ക് മുന്നിലെ ക്ലബ്ബ് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് മുന്നിൽ ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരനും ഡോക്ടർ ശിവരാജും ചേർന്ന് പതാക ഉയർത്തി. യോഗം താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KG ശിവരാജൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരൻ ചേലോട്ട് അധ്യക്ഷത വഹിച്ചു. പാസ്റ്റ് പ്രസിഡന്റ് PR വിജയകുമാർ, സെക്രട്ടറി വർഗീസ് കോക്കാടൻ, ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട്, മറ്റാരോഗ്യ പ്രവർത്തകരും ക്ലബ്ബ് പാസ്റ്റ് പ്രസിഡന്റ് KL സുരേഷ്, ജോവിൻ ജോസ്, ട്രഷറർ TR ലോറൻസ്, സുരേഷ് കദളി എന്നിവർ പ്രസംഗിച്ചു. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സ്വാതന്ത്ര്യദിനത്തിന്റെ ഭാഗമായി നഷ മുക്ത് ഭാരത് അഭിയാൻ എന്ന പേരിൽ ലഹരി വിരുദ്ധ പരിപാടി സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ NJ സാബു പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. റാലിയും ഉണ്ടായിരുന്നു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ജോഷി ആൻഡേഴ്സൺ, മിബി തോമസ് എന്നിവർ നേതൃത്വം നൽകി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചു. സ്റ്റേഷൻ സൂപ്രണ്ട് KK അനന്തലക്ഷ്മി പതാക ഉയർത്തി യാത്രക്കാർക്കും ജീവനക്കാർക്കും സ്വാതന്ത്ര്യദിന സന്ദേശം പറഞ്ഞു. സ്റ്റേഷൻ മാസ്റ്റർ KO ജിൻസി, സീനിയർ സെക്ഷൻ എഞ്ചിനീയർ ആന്റണി, ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PR വിജയകുമാർ എന്നിവർ സന്നിഹിതരായി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നന്ദിപുരം യൂണിറ്റിന്റെ സ്വതന്ത്ര ദിനത്തിൽ പ്രസിഡന്റ് KC ഗോപാലൻ പതാക ഉയർത്തി. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സുമേഷ് നിവേദ്യം, സജിത ഗോപിനാഥ്, സാബു ചതലൻ, സുനിൽ കുമാർ, MG ബിജു, ലിൻസൺ വരുതുട്ടി, അൽഫോൺസ പൗലോസ്, അരുൺ കുമാർ, സിമി സാബു, ബീന ഡേവിസ് എന്നിവർ നേതൃത്വം നൽകി. അവിട്ടപ്പള്ളി GLP സ്കൂളിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പ്രധാന അധ്യാപിക MS ബീന പതാക ഉയർത്തി. PTA പ്രസിഡന്റ് PR വിമൽ, സീനിയർ അധ്യാപിക പ്രീതി ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. വാർഡംഗം ഷൈനി ബാബു LSS വിജയികളെ അനുമോദിച്ചു.
കല്ലൂർ സഹകരണ ബാങ്ക് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. സീനിയർ ബാങ്ക് ഭരണസമിതി അംഗം രാഘവൻ മുളങ്ങാടൻ ദേശീയ പതാക ഉയർത്തി. ഭരണസമിതി അംഗം സിദ്ധാനന്ദൻ പള്ളിവളപ്പിൽ, രാജീവ് ബാബു, ആൻഡോ ജോർജ്, സുകുമാരൻ തറക്കൽ, ഗാനിപ്രിയ, ഷാന സന്തോഷ്, ഔസഫ് നമ്പാടൻ എന്നിവർ പ്രസംഗിച്ചു. ആളൂർ RMHS സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രിൻസിപ്പൽ TJ ലൈസൻ പതാക ഉയർത്തി. പ്രധാന അധ്യാപിക ജൂലിൻ ജോസഫ് കുട്ടികൾക്ക് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. PTA പ്രസിഡന്റ് ഡെന്നിസ് കണ്ണങ്കുഞ്ഞി, MPTA പ്രസിഡന്റ് രാജു എന്നിവർ സന്നിഹിതരായി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ ദേശീയോദ്ഗ്രഥന നൃത്താവിഷ്കാരങ്ങളും വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പുതുക്കാട് SN ഇംഗ്ലീഷ് മീഡിയം പ്രീ സ്കൂളിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. വൈസ്മെൻ പുതുക്കാട് ക്ലബ്ബ് പ്രസിഡന്റ് മുരളീധരൻ ചേലോട്ട് പതാക ഉയർത്തി. സ്കൂൾ ഡയറക്ടർ PR വിജയകുമാർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ബേബി, വിജയകുമാർ, മുൻ PTA പ്രസിഡന്റ് ഹരി പേഴേരി എന്നിവർ പ്രസംഗിച്ചു. ക്ലബ്ബ് സെക്രട്ടറി വർഗീസ് കോക്കാടൻ, വൈസ്മെൻ ക്ലബ്ബ് സെക്രട്ടറി ആഷ്മി വർഗീസ്, വൈസ്ലിങ്സ് ക്ലബ്ബ് സെക്രട്ടറി ജോഷ്വ വർഗീസ്, ജോവിൻ ജോസ് എന്നിവർ സന്നിഹിതരായി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. വേലുപ്പാടം വിശുദ്ധ യൗസപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് തൃശൂർ അതിരൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കോനിക്കര കാർമ്മികനായി. ഫാദർ ആൻഡ്രു ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. ഫാദർ ജോ പാച്ചേരിൽ, ഫാദർ ദേവസ്യ കാനാട്ട്, ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ, ഫാദർ ജെയ്സൺ പുന്നശ്ശേരി, ഫാദർ പ്രിജോവ് വടക്കേത്തല എന്നിവർ വിവിധ സമയങ്ങളിലായി നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് കാർമ്മികത്വം വഹിച്ചു. വികാരി ഡേവിസ് ചെറിയത്ത്, കൈക്കാരന്മാരായ ബൈജു വാഴക്കാല, മനോജ് കോഴിക്കുന്നേൽ, ജോഷി ചിറ്റടി, പോൾ മഞ്ഞളി, ജോയിന്റ് ജനറൽ കൺവീനേഴ്സായ സാൻജോ കോഴിക്കുന്നേൽ, ജോസഫ് വട്ടപ്പിള്ളി, പബ്ലിസിറ്റി കൺവീനർമാരായ ജേക്കബ് നടുവിൽ പീടിക, തോമസ് മുട്ടത്ത് എന്നിവർ പങ്കെടുത്തു. നിരവധി പേരാണ് ചടങ്ങുകൾക്ക് പങ്കെടുത്തത്. ഈ മാസം 22-ന് 8-ാം ഇട ചടങ്ങുകൾ നടക്കും. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ സ്വർഗാരോപിത മാതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. വിശുദ്ധ കുർബാനയോടും നേർച്ച ഭക്ഷണം ആശീർവദിക്കലോടും കൂടി ചടങ്ങ് ആരംഭിച്ചു. വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ കാർമ്മികത്വം വഹിച്ചു. ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് അങ്കമാലി അതിരൂപത അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ കാർമ്മികനായി. ഇടവകയുടെ ശതോത്തര സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം മാർ ബോസ്കോ പുത്തൂർ നിർവഹിച്ചു. വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, സഹവികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, നടത്തുകൈക്കാരൻ ജോൺസൺ നന്ദിക്കര, ജനറൽ കൺവീനർ സണ്ണി ആറ്റുപുറം എന്നിവർ നേതൃത്വം വഹിച്ചു. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് അസംഷൻ പള്ളിയുടെ ശതോത്തര ജൂബിലിക്ക് തിരിതെളിഞ്ഞു. ഇടവകാംഗങ്ങൾ സമർപ്പിച്ച മെഴുതിരികളാൽ നിർമ്മിതമായ ജൂബിലി തിരി തെളിയിച്ച് മാർ ബോസ്കോ പുത്തൂർ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു. ജൂബിലി ലോഗോ, ഡോക്യുമെന്ററി എന്നിവയുടെ പ്രകാശനവും ജൂബിലി പ്രാർത്ഥനാ കാർഡ് എല്ലാ വീടുകളിലും ഉയർത്തുന്നതിന് ജൂബിലി പതാകയുടെയും നേന്ത്രവാഴക്കൊന്നിന്റെയും മാർ ബോസ്കോ പുത്തൂർ വിതരണം നിർവഹിച്ചു. ജൂബിലിയോടനുബന്ധിച്ച് നിരവധി കാരുണ്യ പ്രവർത്തനങ്ങളായ ജൂബിലി ഭവന സമുച്ചയം, ഡയാലിസിസ് ഫണ്ട് ശേഖരണം, കിടപ്പ് രോഗികൾക്കും ഏകാന്തത അനുഭവിക്കുന്നവർക്കായി ആരംഭിക്കുന്ന സ്വാന്തന സ്പർശം പദ്ധതി എന്നിവയ്ക്കും തുടക്കമായി. മാർ ബോസ്കോ ജൂബിലി പതാക ഉയർത്തൽ നിർവഹിച്ചു. വികാരി ഫാദർ ജെയ്സൺ കൂനംപ്ലാക്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ഫ്രാൻസിസ് പുത്തൂക്കര, കൺവീനർ ഡേവിഡ്, കൈക്കാരൻ ജോൺസൺ നന്ദിക്കര എന്നിവർ നേതൃത്വം നൽകി. ചെങ്ങാലൂർ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിൽ പരിശുദ്ധ വേളാങ്കണ്ണി മാതാവിന്റെ പ്രതിഷ്ഠാദിന തിരുനാളും ഊട്ടുനേർച്ചയും ആഘോഷിച്ചു. കുർബാനയും ഊട്ടുനേർച്ചയും ഉണ്ടായിരുന്നു. ചടങ്ങുകൾക്ക് ഫാദർ ബിപിൻ കരിശുത്തറ നേതൃത്വം വഹിച്ചു. സന്തോഷത്തിലും തീഷ്ണോട് നിൽക്കുവാനായിട്ട് കുറവുകളുടെ ഞങ്ങളിലേക്ക് ആത്മാവിനെ അയച്ച് അഭിഷേകനാകുക. ഈ പരിശുദ്ധ ബലി ഞങ്ങൾ അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ബലി എന്നുള്ളത് ഏക ബലി എന്നുള്ളത്.
യാത്ര ഒരു അനുഭവമാക്കാൻ ഇനി കൊടകരയിൽ പാബ്ലോ ട്രാവൽ ആക്സസറീസിന്റെ വിപുലമായ ഷോറൂം ട്രാവൽ ഗിയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങൾക്ക് പുതുമ നൽകിയ പാബ്ലോ ഷൂ സ്റ്റുഡിയോ പ്രവർത്തിക്കുന്ന തരകൻ ആർക്കേഡിലാണ് പാബ്ലോ ട്രാവൽ ഗിയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചത്. സ്ഥാപനത്തിന്റെ വെഞ്ചിരിപ്പ് കൊടകര സെന്റ് ജോസഫ് ഫെറോന പള്ളി വികാരി ജെയ്സൺ കരിപ്പായി നിർവഹിച്ചു. മനോജ് തരകൻ ജോസ്, ഹാരിഫ് ഹനീഫ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. ട്രോളി ബാഗ്സ്, ജാക്കറ്റ്സ്, ബാക്ക് പാക്സ്, ട്രക്കിംഗ് ബാഗ്സ്, വിന്റർ ജാക്കറ്റ്സ് കൂടാതെ ഗ്ലൗസും ഹെൽമറ്റും ലഭ്യമാകുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോംബോ ഓഫറായി 3 ട്രോളിക്ക് വെറും 6499 രൂപ മാത്രം. വളരെ നല്ല സൗകര്യത്തോടു കൂടി ഒരു സംവിധാനം കൂടി വരികയാണ്. പാബ്ലോയുടെ ഒപ്പം തന്നെ ട്രാവൽ ഗിയേഴ്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ കളർഫുള്ളായിട്ട് എനിക്ക് കണ്ടത്. ഈ കൊടകരയിലും ഈ ഷോപ്പ് കഴിഞ്ഞ വർഷം തുടങ്ങിയിരുന്നു. എല്ലാവരുടെയും സഹകരണത്തോടെ അത് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം നമുക്ക് എല്ലാവർക്കും ഒരു യാത്ര പുറപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള യാത്രയ്ക്ക് വേണ്ട എല്ലാ സാഹചര്യം, എല്ലാ എക്യുപ്മെൻസും ഞങ്ങളിവിടെ ഒരുക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ട്രോളി ബാഗ്സ്, ജാക്കറ്റ്സ്, വിൻ്റർ ജാക്കറ്റ്സ്, ഷൂസ്, റൈഡിംഗ് ജാക്കറ്റ്സ്, ഹെൽമെറ്റ്സ് എന്ന് ട്രാവലിങ്ങിന് വേണ്ട എല്ലാവിധമായ ചെറുതും വലുതുമായ ബാഗുകൾ എല്ലാം നമ്മൾ ഈ ഷോറൂമിൽ ആരംഭിച്ചിരിക്കുകയാണ്. യാത്ര പോകാൻ നിങ്ങൾക്ക് വേണ്ടതെല്ലാം വാങ്ങാം. പാബ്ലോ ട്രാവൽ ഗിയേഴ്സ്, തരകൻ ആർക്കേഡ്, വഴിയമ്പലം, കൊടകര. ഫോൺ നമ്പർ 9562175080. സഹോദര സ്ഥാപനം പാബ്ലോ ഷൂ സ്റ്റുഡിയോ കൊടകര, പാബ്ലോ ഷൂ സ്റ്റുഡിയോ ചാലക്കുടി. ഫോൺ നമ്പർ 8943390157. അളകപ്പനഗർ കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ, PS പ്രീജു എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ ശാന്തിപ്രിയ, KJ ബിജു, ആൻഡോ കാട്ടിലപ്പീടിക, രാജീവ് എടശ്ശേരി, KA ജോജോ എന്നിവർ നേതൃത്വം നൽകി. 200ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നമ്മുടെ നാട്ടിലെ ഇവിടെ ആരെങ്കിലും മരിക്കുകയോ മറ്റുള്ള ആപത്ത് ഘട്ടങ്ങളിൽ നമ്മുടെ ക്ലബിൻ്റെ കെറോഫിൽ 50 കസാര, മേശ, ടാർപ്പായ, അതുപോലെ ചായപാത്രം, ഫാൻ എന്നീ വസ്തുക്കളൊക്കെ ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് എന്തായാലും നമുക്കറിയാം കവിത ക്ലബ്ബ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ആർട്സ് സ്പോർട്സ് രംഗങ്ങളിൽ മാത്രമല്ല മറ്റ് സാമൂഹിക മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്ന, സൽപ്രവർത്തികൾ ഒരുപാട് ചെയ്തു വരുന്ന ഒരു ക്ലബ്ബാണ് കവിത ക്ലബ്ബ്. അതിൻ്റെ ഭാരവാഹികൾ തോളോട് തോൾ ചേർന്ന് ഒരുപാട് നല്ല കാര്യങ്ങളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. 12ാം പെൻഷൻ പരിഷ്കരണത്തിനായുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് MK ശാന്തകുമാരി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് P. തങ്കം, ബ്ലോക്ക് സെക്രട്ടറി KV രാമകൃഷ്ണൻ, KO പൊറിഞ്ചു, K. സുകുമാരൻ, വർക്കി കുറ്റിയാറ, PM ഹനീഫ, TA വേലായുധൻ, ഫ്രാങ്കോ മഞ്ഞളി, PV ശാരംഗകൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നന്ദിക്കര VHCയിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഓണക്കോടി ചലഞ്ച് സംഘടിപ്പിച്ചു. പറപ്പൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് MK അശോകൻ അധ്യക്ഷത വഹിച്ചു. വയനാട് ദുരിതർക്കായി സംസ്ഥാന തലത്തിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ 150 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിനായാണ് ചലഞ്ച് നടത്തിയത്. പ്രിൻസിപ്പൽ മഞ്ജു K. മാത്യു, സമീറ, AV വിജന എന്നിവർ പ്രസംഗിച്ചു. വയനാട് ദുരന്തബാധിതർക്ക് വീട് വെച്ച് നൽകാൻ DYFI സംഘടിപ്പിക്കുന്ന റീബിൽഡ് ക്യാമ്പയിന്റെ ധനസമാഹരണാർത്ഥം
വേലുപ്പാടത്ത് അതിജീവനത്തിന്റെ ചായക്കട കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ വരന്തരപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ ബ്ലോക്ക് സെക്രട്ടറി PD നെൽസൺ, ബ്ലോക്ക് പ്രസിഡന്റ് PN വിഷ്ണു, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി ED ദിലീഷ്, SFI കൊടകര ഏരിയ സെക്രട്ടറി TS ഷാനിദ്, വരന്തരപ്പള്ളി മേഖലാ സെക്രട്ടറി KS ഫവാസ് എന്നിവർ സന്നിഹിതരായി. വയനാടിന് കൈത്താങ്ങായി തന്റെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെച്ച് മീൻ കച്ചവടക്കാരനായ പാഴായി സ്വദേശി സുൽവിഷ്. വയനാട്ടിലെ ദുരിതബാധിതർക്ക് ഡിവൈഎഫ്ഐ വീട് വച്ചു നൽകുന്നതിലേക്കാണ് സുൽവിഷ് പണം കൈമാറിയത്. ഡിവൈഎഫ്ഐ ഒല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി മിഥുൻ കൃഷ്ണൻ ഏറ്റുവാങ്ങി. ബ്ലോക്ക് ട്രഷറർ TS വിഷ്ണു, നെന്മണിക്കര മേഖലാ പ്രസിഡന്റ് VA റോഷൻ, CPM ലോക്കൽ കമ്മിറ്റി അംഗം KR സുകുമാരൻ, MM അമർനാഥ് എന്നിവർ സന്നിഹിതരായി. പാഴായി സെന്ററിലാണ് സുൽവിഷ് മീൻ കച്ചവടം നടത്തുന്നത്. വരന്തരപ്പള്ളിയിൽ നിന്ന് 6 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടി. വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസിന് സമീപം ചങ്ങാതി റോഡിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. വ്യാഴാഴ്ച രാവിലെ 7:30 നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് സ്നേക്ക് റെസ്ക്യൂ അംഗം രജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ ഉൾക്കാട്ടിലേക്ക് വിട്ടയച്ചു. നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിൽ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പ്രവർത്തനയിടമായ വർണ്ണക്കൂടാരം വെള്ളിയാഴ്ച രാവിലെ 10-ന് കെ രാമേന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ LSS, USS പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കും. കാലാവസ്ഥ: കൂടിയ താപനില 30°C, കുറഞ്ഞ താപനില 25°C. മട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് ആരംഭിക്കുന്ന വനിതാ ജിമ്മിലേക്ക് പരിശീലകയെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അപേക്ഷകൾ ഈ മാസം 21-ന് 3 മണി വരെ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ട് സ്വീകരിക്കുന്നതാണ്. അപേക്ഷയോടൊപ്പം ബയോഡാറ്റ, യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ ഹാജരാക്കേണ്ടതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാർ അംഗീകൃത ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് മുൻഗണന. ഫോൺ 9387829123. ഇനി ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6555 രൂപയും പവന് 52,440 രൂപയും രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. സ്വാതന്ത്ര്യദിനാഘോഷ നിറവിൽ രാജ്യം. നാടെങ്ങും വിപുലമായ ആഘോഷ പരിപാടികൾ. വേലുപ്പാടം വിശുദ്ധ യൗസപിതാവിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെയും പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിലെയും സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളിയിലെയും ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. അളകപ്പനഗർ കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. 12ാം പെൻഷൻ പരിഷ്കരണത്തിനായുള്ള നടപടികൾ അടിയന്തരമായി ആരംഭിക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അളകപ്പനഗർ യൂണിറ്റ് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.